ആ വാഹനമുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് മനുഷ്യരുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഐബോർഡ് ഡ്രോണിൻ്റെ ലക്ഷ്യം. ഷഫീഖ്, ഈ സ്കൂബ ഡൈവേഴ്സ് ഇപ്പോഴും ഈ ഡിങ്കി ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണോ പുഴയിലൂടെ? ഗംഗാവലി പുഴയിൽ സ്കൂബ ഡൈവേഴ്സ് ഇപ്പോൾ ഡിങ്കി ബോട്ടുകളിൽ പര്യവേഷണം നടത്തുകയാണ്. അതിൻ്റെ ഒഴുക്ക് പരിശോധിക്കുകയാണ് അവർ. അത്ര ശക്തമായ കുത്തൊഴുക്കാണ് ആ പുഴയിലുള്ളത്. അത്ര ശക്തമായ കുത്തൊഴുക്കിൽ ഡൈവിംഗ് അസാധ്യമാണ്, ഒരു പരിധിവരെ അസാധ്യമാണ്. അത്രയും സാഹസികമായ ഒരു തെരച്ചിലാണ് ഇപ്പോൾ അവിടെ നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഡ്രോൺ സാങ്കേതികവിദ്യ കൂടി ഉപയോഗിക്കുന്നു. ആ ഡ്രോൺ സാങ്കേതികവിദ്യയിലൂടെ ഈ കിടക്കുന്ന ലോറിയുടെ കൃത്യമായ പൊസിഷൻ മനസ്സിലാക്കുക, അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക എന്നിവയാണ് ചെയ്യാൻ പോകുന്നത്. സ്കൂബ ഡൈവേഴ്സ് അതിനുശേഷം മുങ്ങിയെത്തി ഈ ലോറിക്കകത്ത് ആളുണ്ടോ എന്ന് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യും. ഷഫീഖ് നസ്രുള്ള ചെയ്യുന്നു. ഷഫീഖ്, ഈ ഡ്രോൺ പറത്തി തുടങ്ങിയോ? ഇപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണം ആരംഭിച്ചോ എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ സൂചന ഇവിടുന്ന് ലഭ്യമല്ല. ഇവിടെ അല്പസമയം മുൻപാണ് ഈ ബാറ്ററി അങ്ങോട്ടേക്ക് പോയത്. ആ ബാറ്ററി അങ്ങോട്ടേക്ക് കൊണ്ടുപോയതിനു ശേഷം അതിൽ ഘടിപ്പിച്ച ഉടൻ തന്നെ അത് പ്രവർത്തിപ്പിക്കാനാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ അത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയും. ഈ ബാറ്ററി ഘടിപ്പിച്ച് കഴിഞ്ഞ ഉടൻ ഈ ഐബോർഡ് നിരീക്ഷണോപകരണം ഇതിനെ ഡ്രോൺ ഉപയോഗപ്പെടുത്തും. അതിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ കിട്ടും. അത് കരയിൽ നിന്നുകൊണ്ടാണ് അത് നിയന്ത്രിക്കുന്നത്. അതിന്റെ മോണിറ്റർ സംവിധാനം പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ വ്യക്തമായ സിഗ്നലുകളും ചിത്രങ്ങളും ലഭിക്കും. ഈ താഴ്ഭാഗത്ത് 20 മീറ്റർ മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കുന്ന വസ്തുക്കളെ, വാഹനങ്ങളെ, മനുഷ്യരെ ഒക്കെ കണ്ടെത്താൻ ആ ഉപകരണത്തിനാവും എന്നതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതോടൊപ്പം തന്നെ 70 മീറ്റർ താഴ്ചയിൽ വെള്ളത്തിനകത്ത് അകപ്പെട്ടിട്ടുള്ള വസ്തുക്കളെയും വാഹനങ്ങളെയും മനുഷ്യരെയും ഒക്കെ കണ്ടെത്താനുള്ള അതിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള സിഗ്നലുകൾ നൽകാൻ ആ ഉപകരണത്തിന് കഴിയും. ഇവിടെ ഈ ഉപകരണം ഏറെ പ്രയോജനപ്പെടുന്നത് അതുകൊണ്ടാണ്. ഇവിടെ വെള്ളത്തിനടിയിൽ ചളിയിൽ പൂണ്ടുകിടക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. ഇത് രണ്ടും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെ ഏത് സ്വഭാവത്തിലാണ് ഈ വാഹനമുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരം ലഭിക്കേണ്ടതുണ്ട്. അതിന് ഈ ഐബോർഡ് പ്രവർത്തിപ്പിക്കണം. അതിന്റെ ആദ്യ സിഗ്നലുകൾ ലഭിക്കണം. അതിനുശേഷമാണ് ഈ മുങ്ങൽ വിദഗ്ധർ മുങ്ങി അവിടെ എത്തി അവിടെ ഈ വാഹനത്തിനകത്തുള്ള അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തുന്നത്. അടിയൊഴുക്ക് അതിശക്തമായ പുഴയാണ്. അതോടൊപ്പം തന്നെ കലങ്ങി മറിഞ്ഞ് ചളിവെള്ളം പോലെയുള്ള ഒരു വലിയ പുഴയാണ്. അതിന് അകത്ത് കാഴ്ച തീരെ സാധ്യമല്ല. തെളിഞ്ഞ ഒരവസ്ഥ ആ പുഴയിൽ എവിടെയും നമുക്ക് കാണാനില്ല. ഇങ്ങനെ വെള്ളം കുത്തി ഒലിക്കുന്ന ഈ പുഴയുടെ അകത്ത് നിന്ന് ഈ ഉപകരണത്തിലൂടെ മാത്രമേ കൃത്യമായി അതിന്റെ അകത്ത് എന്താണുള്ളത് എന്നത് സംബന്ധിച്ചുള്ള ഒരു വിവരം നമുക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കേണ്ടത്. അതിന്റെ സിഗ്നലുകൾ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ലഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ലഭ്യമായ ഉടൻ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയതിനു ശേഷം അവിടെ അർജുനുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തും. ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.